ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാറേ, ഒന്നുകൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് കിട്ടിയിരുന്നേനെ. അതേപോലെ കുറെ കൂടി എക്സാമുകൾ എഴുതിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറെ നെഗറ്റീവ്സ് ഒഴിവാക്കാൻ പറ്റിയേനെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും എന്താണ് ഏറ്റവും അവസാനമായി ഈ പറയുന്ന പ്രൊഫൈൽ മെസ്സേജ് ഓരോ ജില്ലകളിലെയും വന്നു തുടങ്ങി. ഇന്ന് 4 ജില്ലകളിൽ ആണ് നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നു നിൽക്കുന്നത്. അപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇനിയും ലിസ്റ്റിൽ വന്നില്ല, അതേപോലെ തന്നെ എന്താണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കണത്, പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഒന്നുകൂടി പഠിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വരുന്ന കഴിഞ്ഞ 4 ജില്ലകളിലെ ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നു. അതേപോലെ ഇനി വരാനിരിക്കുന്ന ജില്ലകളിലും പ്രൊഫൈൽ മെസ്സേജ് LDCക്ക് വേണ്ടിയിട്ട് വരുമ്പോഴും ഓരോ ജില്ലകളിലെയും ഈ പ്രൊഫൈൽ മെസ്സേജ് വന്ന് അടുത്ത ഷോർട്ട് ലിസ്റ്റിലേക്ക് വരുമെന്ന് ഉറപ്പായ ഉദ്യോഗാർത്ഥികൾ, അവരുടെ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനേക്കാൾ അപ്പുറത്തായിരിക്കും അവരുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പെർഫോമിംഗ് ലെവൽ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കാരണം നമുക്ക് നിലവിൽ എന്താണ് നമുക്കിരിക്കാനായിട്ടൊരു കൊമ്പുണ്ട്, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് അവരെല്ലാവരും എന്ത് ചെയ്യുന്നത്, എക്സാമിലേക്ക് വേണ്ടി പോകുന്നത്. അപ്പോഴും നമ്മുടെ ഈ പറയുന്ന പ്രൊഫൈലിൽ മെസ്സേജ് വരാതിരുന്ന 55ഉം 50ഉം 45ഉം ഒക്കെ മാർക്ക്, അല്ലെങ്കിൽ 60ഒക്കെ മാർക്കൊക്കെ ലഭിച്ച ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ കടുത്ത നിരാശയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴും അവരുടെ നഷ്ടമാകുന്നത് ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ്, 12th ലെവൽ എക്സാംസ്, അതേപോലെ തന്നെ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ ഏറ്റവും ഗ്ലാമറസ് ജോബായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള കുറേ എക്സാമുകളാണ് നിങ്ങൾ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തൊരു എക്സാമുകൾ എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന LDC റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകൾ അവരെന്ത് ചെയ്യുകയാണ്, നിലവിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന് അവർ ജോലിക്ക് കയറി പോകുന്നു. അതേപോലെ തൊട്ടടുത്ത എക്സാമുകളും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തും കുറേ വേക്കൻസീസ് ഒക്കെ വന്ന് അവിടെ നിലവിൽ നിൽക്കുന്ന വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട്. എല്ലാവർക്കും ഒന്നും എല്ലാ പോസ്റ്റുകളിലും ഇരിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാവർക്കും ആകെ എത്രയൊക്കെ ലിസ്റ്റുകളിൽ വന്നാലും ഒരു ജോലിയിൽ മാത്രമാണ് അവർക്ക് നിൽക്കാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുള്ളൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയൊക്കെ വേക്കൻസി നിലവിൽ വരുന്നതായിരിക്കും. ആ വേക്കൻസി ഒക്കെ ഫില്ലാക്കാനായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന അത്യാവശ്യം നല്ല റേഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റുകളെല്ലാം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ഏകദേശം 10-30ഓളം ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ 10ഉം 20ഉം 22 ദിവസങ്ങളിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ LDCക്ക് വേണ്ടി പഠിച്ചത് അതൊന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ഏകദേശം 45ഓളം വീഡിയോസാണ് LDC 75 ഹോട്ട് ടോപ്പിക്സിന് വേണ്ടി ചെയ്തത്. ഇപ്പോൾ നമ്മൾ 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസിനുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ നിങ്ങൾക്കിപ്പോൾ LDCയുടെ ആണ് നോക്കുന്നതെങ്കിൽ 75 ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 65-70 മാർക്കിലേക്ക് തുടക്കക്കാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് എന്ന് കരുതി ഒരു കാരണവശാലും അതിൽ കണ്ടന്റ് വൈസ് ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. പക്ക ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും പോയിരിക്കുന്നത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനിയും നിങ്ങൾ പഠിക്കാതെ വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് അവസാനിപ്പിക്കണോ, അല്ലെങ്കിൽ അടുത്തൊരു ജോലി കിട്ടുന്നവരെയും നന്നായി പഠിക്കണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ LDC എന്ന് പറയുന്നത് അതെല്ലാവർക്കും വിഷമം തന്നെയാണ്, അതിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വരാത്ത ഓരോ ഉദ്യോഗാർത്ഥികൾക്കും. പക്ഷേ നമ്മൾ അതും വിചാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ വരാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നമാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, എവിടെ നിന്നാണോ നിങ്ങൾ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, തുടങ്ങാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഓടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ വിജയങ്ങളും. അപ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ വീഴ്ചകളിൽ തട്ടി വീഴുമ്പോഴും പതറാതെ മുന്നോട്ട് തന്നെ നീങ്ങുക. നിങ്ങളോടൊപ്പം കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ടാകും, എന്ത് ഹെൽപ്പിനും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതേപോലെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഫ്രീ ക്ലാസ്, ഫ്രീ PDF, ഫ്രീ സിലബസ് ഓറിയന്റഡ് കണ്ടന്റ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അതേപോലെ തന്നെ
ക്ലാസ്സുകളുടെ ലിങ്കും താഴെ നിലവിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.